ഒരൊറ്റ ചിന്ത, ജസ്റ്റ് ഒരൊറ്റ ചിന്ത കൊണ്ട് നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ പറ്റുമോ? ഇന്നത്തെ നമ്മുടെ വിഷയം അതാണ്. നമ്മളെ തന്നെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നതിനെക്കുറിച്ചും അതിൽ നമ്മുടെ ചിന്താഗതിക്ക് എത്രത്തോളം വലിയൊരു പങ്കുണ്ട് എന്നും നമുക്കൊന്ന് നോക്കാം. നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ നടക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ ജനിച്ചു വീഴുന്ന സാഹചര്യം. അത് ചിലപ്പോൾ നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ചേക്കാം, ഒരു നിസ്സഹായ അവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിച്ചേക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നോ, നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അത് നിങ്ങളുടെ കയ്യിലായിരുന്നില്ല. അതെ, ഇത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്തായിരുന്നു എന്നതൊന്നും നിങ്ങളുടെ തീരുമാനമായിരുന്നില്ല. അതൊരിക്കലും നിങ്ങളുടെ തെറ്റല്ല. അതൊരു തുടക്കം മാത്രമാണ്, അല്ലാതെ നിങ്ങളെ വിലയിരുത്താനുള്ള ഒരു അളവുകോലയല്ല. പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. ഓക്കെ, നമ്മുടെ തുടക്കം നമ്മുടെ കൺട്രോളിലായിരുന്നില്ല, സമ്മതിച്ചു. പക്ഷേ നമ്മുടെ ജീവിതം എങ്ങനെ അവസാനിക്കണം, എവിടെ അവസാനിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പവർ അത് 100% നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു വിഷമം തോന്നാം. ഇതൊരു പരിക്കൻ സത്യമാണ്. പക്ഷേ മാറ്റത്തിലേക്കുള്ള താക്കോലിരിക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ജനിച്ച സാഹചര്യം ഒരു എക്സ്ക്യൂസായിട്ട് വെച്ച് ജീവിതകാലം മുഴുവൻ അതേ അവസ്ഥയിൽ തന്നെ തുടർന്നാൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമായിരിക്കും. വേറെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ നമ്മുടെ മുന്നിലുള്ള ചോയ്സ് വളരെ ക്ലിയറാണ് അല്ലേ? ഒന്നുകിൽ സാഹചര്യങ്ങളെ പഴിച്ചുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ പ്രവർത്തിച്ച് നമ്മുടെ തലവിധി നമ്മൾ തന്നെ മാറ്റിയെഴുതാം. മാറ്റം എവിടെയാ തുടങ്ങുന്നതെന്നറിയോ? പരാതി പറയുന്നതൊക്കെ നിർത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. എപ്പോഴും നമ്മുടെ മുന്നിൽ ഈ 2 വഴികളുണ്ടാകും. ഒന്ന്, എനിക്കിത് കിട്ടിയില്ല, എനിക്കിതില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ഒരു മൂലയ്ക്കിരിക്കുന്ന വഴി. മറ്റൊന്ന്, എനിക്കെന്താണോ വേണ്ടത്, ഞാൻ എന്താണോ അർഹിക്കുന്നത്, അത് ഞാൻ നേടിയെടുക്കും എന്ന് പറഞ്ഞ് മുന്നോട്ടു പോകുന്ന വഴി. ഇതിലേതു വഴി വേണം എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ്. അപ്പോൾ ഈ ഒരു വലിയ മാറ്റം എങ്ങനെ തുടങ്ങും? എവിടെ നിന്നാണിതിൻ്റെ തുടക്കം? അതിനുള്ള താക്കോല് വേറെ എങ്ങുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ ചിന്താഗതി, നമ്മുടെ മൈൻഡ് സെറ്റ്, അതിലാണ് ആ പവർ ഒളിഞ്ഞിരിക്കുന്നത്. ഇതൊരു ബേസിക് പ്രിൻസിപ്പിൾ പോലെയാണ്. നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ആദ്യം മാറേണ്ടത് നിങ്ങളുടെ ചിന്തകളാണ്. പുറമേയുള്ള കാര്യങ്ങൾ മാറണമെങ്കിൽ അതിൻ്റെ വിത്ത് പാകേണ്ടത് നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ മനസ്സിലാണ്. ഈ ഒരു പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. 2 സ്റ്റെപ്പേ ഉള്ളൂ. 1, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ തന്നെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. നിങ്ങൾ കാര്യങ്ങളെ കാണുന്ന രീതി മാറ്റുക. അപ്പോൾ എന്ത് സംഭവിക്കും? 2ാമത്തെ സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കായി നടക്കും. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും ലോകം നിങ്ങളെ കാണുന്ന രീതിയും പതിയെ പതിയെ മാറിത്തുടങ്ങും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മാറ്റം നാളത്തേക്ക് മാറ്റിവെക്കാനുള്ള ഒന്നല്ല. പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്ന് വിചാരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് നമ്മൾ ഉടനെ പ്രവർത്തിക്കുമ്പോഴാണ്. ഇതിലെ മെസ്സേജ് വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളാണ്. നിങ്ങൾ ഇന്നൊരു വിത്ത് നട്ടാൽ അതിൻ്റെ ഫലം നാളെ കിട്ടും.